പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പരമ്പരയായിരുന്നു ഉപ്പും മുളകും എന്ന് പറയുന്നത്. ഈ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെയാണ് എല്ലാ പേരും കണ്ടതും. എന്നാൽ പെട്ടെന്നൊരു ദിവസം പരമ്പര നിർത്തിയപ്പോൾ ആരാധകർക്ക് എല്ലാ പേർക്കും വളരെ വേദനയായിരുന്നു. അതുപോലെ തന്നെ ആരാധകർക്ക് വേദന നൽകിയ മറ്റൊരു കാര്യമായിരുന്നു ഈ പരമ്പരയിൽ ലച്ചുവായി അഭിനയിച്ച ജൂഹി റുസ്തഗിയുടെ പരമ്പരയിൽ നിന്നുമുള്ള പിന്മാറ്റം. ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് ജൂഹി ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ സീരിയലിൽ നിന്നും മാറിയ ശേഷം താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ താരം വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ലച്ചു എന്ന ജൂഹി തന്നെ എല്ലാ പേരെയും അറിയിച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ജൂഹിയുടെ അമ്മ മരിക്കുന്നത്. അതിനുശേഷമുണ്ടായ വാർത്തകളെക്കുറിച്ചും തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്തകളെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജൂഹി തന്നെ. ഇതിനിടെ ജൂഹിയും പ്രതിശ്രുത വരനെന്ന് പറയുന്ന റോവിനും തമ്മിൽ വിവാഹം കഴിച്ചെന്നും ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞെന്നുമുള്ള വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥയും ജൂഹി തന്നെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ് ജൂഹിക്കും സഹോദരനും. അന്നു മുതൽ ജീവിതത്തിൽ എല്ലാത്തിനും കൂട്ടായി നിന്നത് ജൂഹിയുടെ അമ്മ തന്നെയായിരുന്നു. ഷൂട്ടിംഗ് കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലും അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളും എല്ലാം ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ജൂഹിയുടെ അമ്മ തന്നെയായിരുന്നു. ജൂഹിയും അമ്മയും നല്ല സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. എടോ പോടോ എന്നൊക്കെയാണ് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരുന്നത്. അമ്മയും മകളും അടികൂടാറുണ്ടെങ്കിലും ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ ചെറുതിലെ മുതൽ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്ന് അമ്മ എപ്പോഴും ജൂഹിയോട് പറയുമായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് താരം തന്നെ. എപ്പോഴും ഷൂട്ടിങ്ങിന് ജൂഹിയുടെ കൂടെ ജൂഹിയുടെ അമ്മയും ഉണ്ടാകുമെന്ന് മുൻപ് നിഷ സാരംഗും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം അമ്മ ഷൂട്ടിങ്ങിന് കൂടെ വരാതിരുന്നപ്പോഴുള്ള കഥയെക്കുറിച്ച് പറയുകയാണ് ജൂഹി തന്നെ. ഒരിക്കൽ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ജൂഹിയുടെ അമ്മ ഷൂട്ടിങ്ങിന് കൂടെ പോയില്ല എന്നും അന്ന് മുഴുവൻ അമ്മ വിളിച്ച് വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഉറക്കം തൂങ്ങി ഇരിക്കരുത്, നല്ല രീതിയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉപദേശിച്ചു എന്നും ജൂഹി തന്നെ പറയുകയാണ്. ഇപ്പോൾ അമ്മ ഇല്ലാതെയായപ്പോൾ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും താരം തന്നെ പറയുന്നു. സെപ്റ്റംബർ 11 ജൂഹിയുടെ അമ്മ മരിക്കുന്നത്. ജൂഹിയുടെ സഹോദരൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു മറ്റൊരു വാഹനമിടിച്ച് ജൂഹിയുടെ അമ്മ മരിക്കുന്നത്. അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം ഭയ്യ തന്നെ വിളിച്ച് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരാൻ കരഞ്ഞു പറഞ്ഞു എന്നാണ് ജൂഹി പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എന്തോ പന്തികേട് തോന്നിയെന്നും രാവിലെ വീട്ടിൽ നിന്നും തനിക്ക് ഉമ്മ തന്ന് ഇറങ്ങിപ്പോയ അമ്മ പെട്ടെന്ന് ഒരു സമയം ഇല്ലാതായി പോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകില്ല എന്നും വളരെ വിഷമത്തോടെയാണ് ജൂഹി പറയുന്നത്. എപ്പോഴും ജൂഹിയുടെ ജീവിതത്തിൽ ജൂഹിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു ജൂഹിയുടെ അമ്മ. ഉപ്പുമുളകിൽ അഭിനയിക്കുമ്പോഴും അമ്മയുടെ എല്ലാ സപ്പോർട്ടും ഈ താരത്തിന് ലഭിച്ചിരുന്നു. അമ്മയുടെ പെട്ടെന്നുണ്ടായ വേർപാടും ജൂഹിയുടെ അവസ്ഥയുമൊക്കെ മലയാളക്കരയും വളരെയധികം വേദനിപ്പിച്ച ഒന്ന് തന്നെയായിരുന്നു. ഒപ്പം തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്തകളെക്കുറിച്ചും ജൂഹി പറയുന്നുണ്ട്. ഉപ്പും മുളകും എന്ന പരമ്പരയിൽ ജൂഹിയുടെ വിവാഹം കഴിയുന്നതായി കാണിക്കുന്നുണ്ട്. കല്യാണ ഒരുക്കങ്ങളും ഹൽദിയും തലേ ദിവസത്തെ റിസപ്ഷനും കല്യാണവും ഒക്കെ കൂടി 2 ആഴ്ച നീണ്ടുനിന്ന വലിയൊരു ആഘോഷമായിരുന്നു പരമ്പരയിൽ ലച്ചുവിൻ്റെ വിവാഹം. എന്നാൽ ഈ വിവാഹം ലച്ചുവിൻ്റെ, അതായത് ജൂഹിയുടെ യഥാർത്ഥ ജീവിതത്തിലെ വിവാഹമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു എന്ന് ജൂഹി തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇതിനുശേഷം ഫേക്ക് ന്യൂസുകളും ട്രോളുകളുമൊക്കെ വന്നിരുന്നുവെന്നും തൻ്റെ സഹോദരൻ്റെ കൂടെ പുറത്തു പോകുമ്പോൾ പോലും അനാവശ്യമായ ചില ട്രോളുകളും സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ജൂഹി വെളിപ്പെടുത്തുകയാണ്. അതിനുശേഷം പിന്നീട് പഠനം മുടങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതെന്നും താരം വ്യക്തമാക്കുന്നു. ഒപ്പം തൻ്റെ കാമുകനായ റോവിനെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്ക് താങ്ങായും തണലായും കൂടെ നിന്നത് റോവിനാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജൂഹി തന്നെ. അമ്മ മരിച്ച ശേഷം എല്ലാ ദിവസവും തന്നെ കാണാൻ വരുമായിരുന്നു എന്നും എന്നും സംസാരിക്കുമെന്നും തനിക്ക് എല്ലാ ആശ്വാസങ്ങളും തരുന്നത് റോവിനാണെന്നും ലച്ചു പറഞ്ഞിരിക്കുകയാണ്. 3 വർഷം മുൻപ് ഒരു കവർ സോങ്ങിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ വച്ചാണ് ലച്ചു എന്ന ജൂഹിയും റോവിനും തമ്മിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇരുവരുടെ പ്രണയം 2 വീട്ടുകാരും അംഗീകരിക്കുകയായിരുന്നു. അമ്മയായിട്ടും റോവിന് നല്ല സൗഹൃദം തന്നെയായിരുന്നു. റോവിൻ്റെയും ജൂഹിയുടെയും വിവാഹം കഴിഞ്ഞില്ലെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നുമൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും വിവാഹത്തെക്കുറിച്ച് ഉടനെ ചിന്തിക്കുന്നില്ലെന്നും ഇപ്പോൾ 23 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജൂഹി. 3 മാസം മുൻപുള്ള ജീവിതത്തിലൂടെ അല്ല ഇപ്പോൾ കടന്നു പോകുന്നതെന്നും ജൂഹി വ്യക്തമാക്കുന്നു.